നിങ്ങളുടെ ബൈബിളില് സത്യവേദ പുസ്തകത്തില് യഹോവ എന്നുള്ള പേരുണ്ട്. ഈ യഹോവ എന്നുള്ള പേര് നിങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് ലോഡ് എന്നുള്ള പേര്, ലോഡ് എന്നുള്ള വാക്ക്, ആ വാക്ക് വരുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ യഹോവ എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഈ സെയിം വാക്ക് തന്നെയാണ് എലിസബത്ത് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറിയത്തെ ദൈവത്തിന്റെ അമ്മ, ദൈവമാതാവ് എന്ന് വിളിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് ഇത് ആദ്യം വിളിക്കേണ്ടത്, മനസ്സിലായോ? ആലേഫെ, അത് നിങ്ങളപ്പം വിശദീകരണം പറയണ്ടേ? നിങ്ങളെ വിശദീകരണം പറഞ്ഞുകൊണ്ടല്ലേ ആ കാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം ആ ഈ ലോഡെന്ന് പറയുമ്പം അത് ദൈവമല്ലേ, അല്ലെങ്കിൽ ദൈവം എന്ന വാക്കിന്റെ ട്രാൻസ്ലേഷൻ അല്ലേ? അപ്പോൾ നിങ്ങളൊരു എക്സ്ട്രാ ഒരു വേർഡോട് ചേർത്താ പറയുന്നത്. അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾ ദൈവം മരിച്ചു എന്ന് വേണമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ദൈവം മരിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ എക്സ്ട്രാ പിന്നെയും ചേർക്കണം, ഒരു വാക്കോട് അഡീഷൻ. നമ്മൾ സാറിന് NB ഇട്ടിട്ട് 2 കുത്തിട്ടിട്ട് എക്സ്ട്രാ പറയുന്നത് പോലെ. ദൈവം ജനിച്ചു, NB, ഇതിന്റെ അർത്ഥം ദൈവം മനുഷ്യ വേഷത്തിലാണ് ജനിച്ചത് എന്നും കൂടെ ചേർക്കേണ്ടി വരും. ദൈവം മരിച്ചു, അതെ, NB 2 കുത്തിട്ടിട്ട് ദൈവം മരിച്ചത് തന്റെ ജഡത്തിലാണ് മരിച്ചത്, അതും കൂടി ചേർത്ത് പറയേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ദൈവം മരിച്ചു അല്ലെങ്കിൽ ദൈവം ജനിച്ചു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ലേമാന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അവൻ ആകെ കൺഫ്യൂസ്ഡ് ആകത്തില്ലേ? അത് ഇതാണ് പ്രശ്നമാണത്. പ്രശ്നം. ഇതാണ് നിങ്ങൾക്ക് പലരും ഭയമാണ്. അവരെന്ത് വിചാരിക്കും? ദൈവം മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പൊ അവര് ഹിന്ദുസിന് വിചാരിക്കുന്നതല്ല, അത് തെറ്റാണ്. അങ്ങനത്തെ ഫ്രേസ് അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. അത് ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് പലർക്കും എക്സ്പ്ലനേഷൻ പേടിയാണ്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മാത്രം അല്ലല്ലോ തിരുവെഴുത്ത് കൊടുക്കുന്നത്, അത് ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയാ, അല്ലാണ്ട് ക്രിസ്ത്യാനിക്ക് മാത്രമാണ് ദൈവവചനം കൊടുക്കുന്നത്. ബ്രോ, എനിക്ക് അതാണ്, തോന്നുന്നുണ്ടല്ലോ, അവിടെയാണ് ഈ പ്രശ്നം, എനിക്ക് അവിടെയാണ് ഈ തോന്നുന്നു നിങ്ങൾ പ്രശ്നം. ചോദിച്ച ചോദ്യം ജോയി പാസ്റ്റർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി. ജോയി പാസ്റ്ററെ, ഇവര് ചോദിച്ചതാണ് ഈ ജനനം കൊണ്ടാണല്ലോ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം വരുന്നത്. അപ്പം ഈ യേശുക്രിസ്തു ജനിച്ചപ്പം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരുന്നു. യാതൊരു സംശയമില്ല, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പം യേശുക്രിസ്തുവിന് ജന്മം കൊടുത്ത അമ്മ പൂർണ്ണ ദൈവത്തിന്റെ അമ്മയല്ലേ? അങ്ങനെ അല്ല, അല്ല, ദൈവത്തിന് പൂർണ്ണ ജനനം ദൈവത്തിന്റെ applicable അമ്മയെന്ന് അല്ലല്ലോ. പറയാൻ അല്ല, പൂർണ്ണ ആള് ദൈവമാണ്, പക്ഷെ ദൈവത്തിന്റെ അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ഞാൻ പറയാം. ഇപ്പം എൻ്റെ ജനനം എന്ന് പറയുമ്പം ആ ഒരു ഡേറ്റ്, ഇപ്പം ജനുവരി 1-ാം തീയതി ആണെങ്കിൽ അതാണ് എൻ്റെ ഫസ്റ്റ് ഡേ, അതെന്റെ ഫസ്റ്റ് ഡേ. പക്ഷെ ദൈവത്തിന്റെ ജനനം എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിന്റെ ജനനം എടുക്കുമ്പോൾ യേശുവിന്റെ ജഡശരീരത്തിന്റെ ഫസ്റ്റ് ഡേ എന്ന് വേണേൽ പറയാം, ജനുവരി 1-ാം തീയതി ജനിച്ചു, അങ്ങനെയല്ല. എന്നാ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഇന്ന് ജനിച്ച ദൈവം ഇന്നലെ ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു. ജോയ് പാസ്റ്റർ പറഞ്ഞത് യേശു കർത്താവ് ജനിച്ചു, മദർ മേരിയിൽ നിന്നും യേശു കർത്താവ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്വം വന്നു ചേർന്നു, അങ്ങനെ എടുക്കാമോ? അല്ല, ദൈവത്വം നേരത്തെ മുതലേ ഉണ്ട്. ഞാൻ അതുകൊണ്ടാ സഹോദര പറഞ്ഞത്, ദൈവത്തിന്റെ ജനനം എന്ന് പറയാൻ പറ്റാതെ അതിന്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്താണ്? അതിന്റെ ഏറ്റവും വലിയ ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ശിശു മദർ മേരിയുടെ ഉള്ളിൽ നിന്നും ജനിച്ചു, അങ്ങനെ എടുക്കാമോ? എങ്ങനെ ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ശിശു മദർ മേരിയുടെ ഒരു കുഴപ്പമില്ല, ജനിച്ചു? ഒരു കുഴപ്പമില്ല. ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ശിശു മദർ മേരിയിൽ ജനിച്ചു, ഒരു പ്രശ്നമില്ല. ആ ഒരു ടേമിന് പ്രശ്നമില്ല. ആ ശിശുവിന്റെ അമ്മയാരാ? മറിയ. അപ്പൊ ആ അമ്മ അന്നേരം ദൈവത്വവും മനുഷ്യത്വവും ഉള്ള ശിശുവിന്റെ അമ്മയാണ്. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പ്രശ്നം? ആ വ്യക്തിക്ക് കേക്ക്, ആ ഒരു വ്യക്തിക്ക്, അതായത് യേശുക്രിസ്തു എന്ന വ്യക്തി ജനിക്കുന്ന ദിവസം അല്ല അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡേ. യേശുക്രിസ്തു എന്ന വ്യക്തിക്ക് അങ്ങനെ തന്നെ, മീൻസ് നമ്മളെ പോലെ. പക്ഷെങ്കിൽ താൻ ഇന്നലെയും മിനിഞ്ഞാന്നും അങ്ങനെ പുറമോട്ട് എത്ര ഉണ്ടോ കാലങ്ങൾ, സകല ചരാചരത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, സകലത്തിന്റെ മുകളിൽ സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായി വാണരുളുന്നവനാണ്. ആ വ്യക്തിക്ക് എങ്ങനെയാണ് മറിയ ജന്മം കൊടുത്തെന്ന് പറയുന്നത്? അവിടെയാണ് ഈ പ്രശ്നം. നിങ്ങൾ ടേം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണോന്ന് പറയുന്നതിന്റെ കാര്യം അത്. ജോയ് പാസ്റ്ററെ, ഇത് വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണോ? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരുമെന്നുള്ളത് ആണോ? അതെ, അതെ. അപ്പോൾ ഈ മനുഷ്യത്വം എടുത്ത് ഭൂമിയിൽ വന്ന ആ ദിവ്യ ശിശു, അത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള ഒരു ശിശുവായിരുന്നു. അതിന് ജന്മം കൊടുത്ത ആ മാതാവ് ആ ശിശുവിന്റെ അമ്മയല്ലേ? എവിടെയാ കൺഫ്യൂഷൻ? പിന്നെ എന്തിനാ വരുന്നത്? അല്ല, ഞാൻ ഒന്ന് ലഘുവായിട്ട് ചോദിക്കാം. അല്ല, ജോയ് പാസ്റ്റർ പറയട്ടെ, ജോയ് പാസ്റ്റർ പറയട്ടെ.
അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഓൾറെഡി യേശു നമുക്കത് എങ്ങനെ ക്രിസ്തുവിന്റെ തിരിക്കാൻ അമ്മയാണ്. പറ്റുമെന്ന് എങ്ങനെ തിരിക്കാൻ പറ്റുമെന്ന്? നമുക്കത് രണ്ടായിട്ട്, അതായത് ജനിച്ചപ്പോൾ ശിശുവിന് അദ്ദേഹം ദൈവത്തിന് ജന്മമില്ല, പക്ഷെ ആ മനുഷ്യത്വത്തിന് ജന്മമുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അത് വേർതിരിച്ച് പറയാൻ പറ്റും? പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമല്ലേ? വാഗ്ദാനത്തിന്റെ വേർതിരിക്കണ്ട, പൂർത്തീകരണം മനുഷ്യത്വത്തിനാണ് ജന്മം, അങ്ങനെ തന്നെ പറയണം. ദൈവത്വത്തിന് ജന്മമില്ല, ജനനമില്ല. എന്നാ ഞാൻ വിട്ടു. ജനനമില്ല, ഓക്കെ, ജനനമില്ല. സന്തോഷം. അല്ല ഞാൻ ഇനി ഞാൻ അതിനൊരു ഇത് കാര്യം പറയാം. ഇത് നിങ്ങൾ ബന്ധക്കോസ് യേശു വിശ്വാസത്തിലാണോ? ക്രിസ്തു ബന്ധക്കോസ് കേക്ക് വിശ്വാസത്തിലാണോ? അല്ല, ജോയ് പാസ്റ്ററെ, കേക്ക അത് ഞാൻ പറയാം. അത് ഈ ഗതസമനയിൽ വെച്ച് യേശുവിനെ ഈ ആൾക്കാർ പിടിക്കാൻ വന്ന ഓർമ്മയുണ്ടല്ലോ. അന്നേരമാണ് ശിഷ്യനിൽ ഒരാള് വാളെടുക്കുന്നത്. അന്നേരം കർത്താവ് എന്താ പറയുന്നത്? വാൾ ഉറയിലിടുക, ഞാൻ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലഗ്യോൻ അല്ലെങ്കിൽ ദൂതന്മാരുടെ ഒരു സഞ്ചയം തന്നെ വന്ന് എന്നെ ശുശ്രൂഷിക്കത്തില്ല. എൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇപ്പോൾ എൻ്റെ കർത്തവ്യം നിർത്തിയാൽ, എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർത്തിയാൽ ഞാൻ എൻ്റെ പഴയ പൊസിഷനിലേക്ക് മാറിപ്പോകുന്ന എൻ്റെ അർത്ഥം. മനസ്സിലായോ? അല്ലാണ്ട് ഞാനൊരു അസൈൻമെന്റിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പൊ കർത്താവിന്റെ ജനനം കൊണ്ട് കർത്താവിന് ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. കർത്താവിന് ആ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ ആ ജനിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ തന്റെ പഴയ വേഷം ധരിക്കാം. നെക്സ്റ്റ് ഡേ തന്റെ പഴയ വേഷം ധരിച്ചേച്ച് ആ ജോയ് വേഷം പാസ്റ്ററെ, തന്നെ വേണ്ടാന്ന് വെക്കാം. ജോയ് മനസ്സിലായോ? പാസ്റ്ററെ, നിങ്ങൾ ഇന്ന് അപ്പം രാവിലെ നിങ്ങൾ അവിടെ ജോയ് പാസ്റ്ററെ, മനുഷ്യവേഷത്തിനാണ് ഇമ്പോർട്ടന്റ്, അല്ലാണ്ട് ദൈവം അന്ന് ജനിച്ചെന്നുള്ള വിഷയത്തിലല്ല. അല്ല ഞാനൊരു സിമ്പിളായിട്ട് ചോദിക്കാം. ബെൻസ് ഞാൻ ഒരു സെക്കൻഡ്, സിമ്പിളായിട്ട് ചോദിക്കാം. ബെൻസ് പാസ്റ്റർ ആ ഒരു സെക്കൻഡ്, ഞാൻ നിർത്തിക്കോളാം. ജോയ് പാസ്റ്ററോട് ഒരു കാര്യം പറഞ്ഞു. ജോയ് പാസ്റ്റർ അങ്ങനെയാണെങ്കിൽ കുറച്ചു മുമ്പേ ഉണ്ടായിരുന്ന ആ തണ്ണിമത്തലിന്റെ അവിടെ നിക് പാസ്റ്റർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അത് തന്നെ എന്റെ അഭിപ്രായം കൂടി കേട്ടോ. അല്ല അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പുള്ളിക്ക് വ്യക്തിപരമായിട്ട് പറയാം. അത് സഭയുടെ ആശയമൊന്നും ഒന്ന് അല്ല പുള്ളി പറയാൻ പറയുന്നത്. അതെ, അനുവദിക്കുക. നിക്ക് ബെൻസാറെ പാസ്റ്ററൊക്കെ ബെൻസാറെ അങ്ങനെ പലതും പറയാൻ പറഞ്ഞു അനുവദിക്കൂ, പറയുന്നു. പറയാൻ അനുവദിക്കുന്നു. നമ്മള് ഈ എന്താ പറയുക, ഈ മനുഷ്യത്വവും ദൈവത്വവും വേർതിരിച്ച് ജനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഏലിയൻ ശിശുവായിട്ടല്ലേ എന്നെ കരുതാൻ പറ്റുള്ളൂ. നിക് പാസ്റ്റർ ചോദിച്ച ചോദ്യം ഞാൻ ഒന്നുകൂടെ റീട്രീറ്റ് ചെയ്യുക ചെയ്യുന്നു കേട്ടോ. ജോയ് പാസ്റ്റർ പറഞ്ഞു. സുബിൻ ബ്രദറെ, രണ്ട് വേർതിരിച്ചെന്ന് ഇവിടെ ആരാ പറഞ്ഞത്? അതായത് യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് ദൈവത്വം വന്നെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ദൈവത്വം ഓൾറെഡി ഉണ്ടായിരുന്നു. താൻ ഒരു രാജാവ് ഒരു ദരിദ്രന്റെ ഒരു വേഷം ധരിച്ച് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കി. ഒരു രാജാവ് നേരത്തെ മുതൽ അദ്ദേഹം രാജാവായി വാണിരുളുക. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിന്റെ സർവീസിൽ ഒരു സമയമായപ്പോഴത്തേന് ഒരു 3 വർഷത്തേന് താൻ ദരിദ്രന്റെ വേഷം ധരിച്ചു. അതിനുവേണ്ടി ഒരു പ്രത്യേക ഒരു ഉദ്ദേശത്തിന് വേണ്ടി. അന്നേരത്തേന് അദ്ദേഹത്തിന്റെ രാജ്യസ്ഥാനം ഇല്ലെന്നോ അല്ലെങ്കിൽ മറ്റൊരു വേഷം അങ്ങനെ കയറുന്ന അങ്ങനെയല്ലല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ആ വ്യക്തി തന്നെയാണ്. തൻ്റെ ഉള്ള ദൈവത്വം താൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നോ അവസാനം വരെ ഉണ്ട്, ഇന്നും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇടക്കാലത്ത് താൻ 33.5 വർഷം ഈ മനുഷ്യവേഷം ധരിച്ചു എന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ലോകത്തിൽ വന്നത്. അതിനാണ് മറിയയുടെ ആവശ്യം വന്നത്. ആ ഒരു ശരീരത്തിനാണ് മറിയയ്ക്ക് അമ്മയായിട്ട് ആ നമ്മൾ കാണുന്നത്. ശരീരത്തിലല്ലേ ജോയ് പാസ്റ്ററെ നമ്മൾ യേശുവിനെ അല്ലല്ല കാണുന്നത്? റേഫെ, ജോയ് പാസ്റ്ററെ, ജോയ് പാസ്റ്ററെ, അതായത് ജോയ് പാസ്റ്റർ പറഞ്ഞൊരു ബാക്കിയായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇവിടെ ജനനത്തിന് വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ജനനമാണ്, അല്ലേ? അതിനോട് യോജിക്കുന്നുണ്ടോ? കർത്താവിനെ കുറിച്ചുള്ള വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം ജനനമാണ്. ആണല്ലോ. ഓക്കെ, ഇതിങ്ങനെ ജനനം മാത്രമല്ല പലതുണ്ട്. ജോയ് പറ കാട് കയറി പോയിട്ട് കാട് കയറി പോവല്ല. നമ്മളെ പോയിന്റ് എന്താ പിടിക്കുക. ആ പോയിന്റ് കറക്റ്റ് പോയിന്റ് നിൽക്കണം. പാസ്റ്റർ നട്ടങ്ങ് പാസ്റ്റർ ജോയ് പാസ്റ്റർ ഞാൻ പറഞ്ഞിട്ടാണ്, വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ജനനം. ആ ജനനത്തിന് സാക്ഷിയായവരാണ് ബാക്കിയുള്ളവർ. എനിവേ, അവിടെ വരുമ്പോഴത്തേക്ക് ജനിച്ച ശിശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ ശിശുവിന് ജന്മം കൊടുത്തത് ആ ശിശുവിന്റെ അമ്മയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് അവിടെ മാത്രം നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത്? വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം നിങ്ങൾ പറയുന്നു, ജനിച്ച ശിശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് പറയുന്നു. പക്ഷെ ആ ജന്മം കൊടുത്ത ആൾക്ക് ജനിച്ച ശിശുവിന്റെ അമ്മയാകാൻ സ്ഥാനമില്ലെന്നും പറയുന്നത്. ഇതെങ്ങനെ ചേരുന്നത്? അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? അല്ല, അത് ചേരാത്തതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ ജഡത്തിന് മാത്രമേ അന്നൊരു ഇപ്പോ എന്താ പറയാ ലോകത്തിലേക്കുള്ള ആദ്യത്തെ പ്രവേശനമുള്ളൂ. അല്ലാണ്ട് ദൈവികത്വത്തിന് ഇന്നലെയും താൻ അനന്യനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയയ്ക്ക് അതിനകത്ത് റോൾ ഇല്ലാത്തത്. തന്റെ ദൈവത്വത്തിൽ മറിയയ്ക്ക് റോൾ ഇല്ലാത്തതിന്റെ കാര്യം അതാ.
മനസ്സിലായോ? തന്റെ അല്ല ജോയി പാസ്റ്ററെ, ശരീരത്തിന് മാത്രമേ മറിയയ്ക്ക് റോളുള്ളൂ. ഒറ്റ സെക്കൻഡ് സുബിനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ദൂതന്മാര് അബ്രഹാമിനെ വന്ന് കാണുന്നുണ്ട്. ആ ഉം. രീതിയിൽ ഒരു ദൂതനായിട്ട് അങ്ങ് വന്നാ പോരായിരുന്നോ? എന്തിനാ സ്ത്രീക്ക് ജനിക്കണമെന്ന് ഇത്ര നിർബന്ധമായിരുന്നു ദൈവത്തിന്? ദൈവത്തിന്റെ എന്താ ഇതിന്റെ പ്രശ്നം? പദ്ധതിയിലുള്ളതായിരുന്നു അത്. ദൈവം അങ്ങനെ വരണമെന്ന് ദൈവം തീരുമാനിച്ചു. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ സ്ത്രീയിൽ അല്ലല്ല നിന്നല്ല വന്നത്, ചോദിക്കട്ടെ. ദൂതനായിട്ട് തന്നെ വന്നിരുന്നെങ്കിൽ ഇവിടെ ആലേഫ് ചോദിച്ചേനെ എന്തുകൊണ്ട് സ്ത്രീയിൽ നിന്ന് വന്നില്ലെന്ന് ചോദിച്ചാൻ. അങ്ങനെ അല്ല 100 ഒരു കൂട്ടം കാര്യങ്ങൾ പ്രശ്നം അവിടെ ചോദിക്കാം. ഉദിക്കുന്നില്ലല്ലോ ജോയ് പാസ്റ്ററെ. കാരണം പഴയ നിയമത്തിൽ ഓൾറെഡി ദൂതനായിട്ട് വന്നിട്ടുണ്ട്, ആ പല സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള ദൈവത്തിന്, അങ്ങനെ വരാൻ കഴിവുള്ള ദൈവത്തിന് ഇല്ല എന്തിനാണ് അത് പിന്നെ ഞാൻ പറയാം. സ്ത്രീയോട് ജനിക്കേണ്ട ആവശ്യം വന്നത്? ആ സ്ത്രീ കൂടി ജനിക്കേണ്ട കാര്യം ജോയ് ഒന്ന് പാസ്റ്റർ ആ കുലത്തിൽ വരണം. ആ കുലത്തില്, അതായത് ഇസ്രായേൽ ജനത്തിന്റെ കുടുംബത്തിൽ വരണം. ഈ പുറത്തുനിന്ന് ഒരാളെ ദൂതനായിട്ട് വന്നു കഴിഞ്ഞാൽ ജനം ഒരിക്കലും തന്നെ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അന്നത്തെ ആൾക്കാർ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, പുറത്തെ ആളാണത്. എന്നാൽ ആ കൂട്ടത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ജനിക്കണം. അപ്പൊ അതാ പൂർണ്ണ അത് മനുഷ്യനായിട്ട് അല്ലെ വന്നു അല്ലേ? അല്ലെ എന്തോ ഞാൻ ഒറ്റ പൂർണ്ണ ചോദ്യം ചോദിച്ചാൽ നിർത്തിക്കോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ജോയ് പാസ്റ്ററോട് എനിക്ക് ചോദ്യമില്ല. ജോയ് പാസ്റ്ററെ, തിരിച്ച് ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം. അതായത് ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള ആ അത്ഭുത ശിശുവിന്റെ ജനനം അല്ലെങ്കിൽ ആ ജന്മം കൊടുത്ത ഒരു മിസ്റ്ററി ആയിട്ട് പെന്തക്കോസ്ത് കോളത്തിൽ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതാൻ പറ്റുമോ? ലാസ്റ്റ് അത് ക്വസ്റ്റ്യൻ. അത് മിസ്റ്ററിയാണ്. മിസ്റ്ററി ആണെന്നല്ലേ എന്താ അങ്ങനെ പറഞ്ഞേ? ചോദിച്ചേ? മിസ്റ്ററി ശരിയാണെന്ന് പറഞ്ഞ ഉത്തരവില്ല, അത്രയാണ്. മിസ്റ്ററി ആണെന്നല്ലേ പറഞ്ഞേ? മിസ്റ്ററിയാന്ന് പറയാൻ കാര്യം തന്റെ ശരീരത്തിൽ പിതാവിന്റെയോ മാതാവിന്റെയോ യാതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് മിസ്റ്ററിയാണ്. അല്ലല്ല ഒരു കേസ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് പിന്നെ ഇത് മനുഷ്യത്വത്തിന്റെ മാത്രം ജന്മമാണെന്ന് പിന്നെ പറയാൻ പറ്റുന്നത്? അത് മിസ്റ്ററി അല്ലേ? അത് യേശുവിന് ആ ജഡം എടുക്കാൻ പറ്റും. മനുഷ്യന്റെ വേഷം, മിസ്റ്ററി ആണെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ പിന്നെ അതാണ് അതിന്റെ മിസ്റ്ററി. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കട്ടെ. മനുഷ്യന്റെ ഇത് ഈ വേഷം പറയുന്നത് എടുക്കാൻ യേശുവിന് കഴിയും. അതാണ് അതിന്റെ ഇത് മിസ്റ്ററി. പുതിയ സംഭവമൊന്നുമല്ല. ഇത് ആദ്യ നൂറ്റാണ്ടുകൾ ആദ്യമ ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ട്. നെസ്റ്റോറിയസും ഹെർസിയാണ് ഇവര്. അതായത് യേശുവിന്റെ ഡിവിനിറ്റിയും ഹ്യൂമാനിറ്റിയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അതാണ് ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇതൊക്കെ സഭ തള്ളിക്കളഞ്ഞിട്ട് വർഷങ്ങൾ AD 400-കളിൽ ഒക്കെ തള്ളിക്കളഞ്ഞത്. അതൊക്കെ ഹെർസി. ഇത് വ്യക്തമായിട്ട് തള്ളിക്കളഞ്ഞ ഹെർസിയാണ്. ഇത് ക്രിസ്ത്യാനികൾ ആരും എടുക്കാത്തതാണ് ഇപ്പൊ ഇവര് പൊക്കിക്കൊണ്ട് വരുന്നത്. ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല, ഇതൊക്കെ എങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് അതും ചെയ്യപ്പെടുന്നു. ചേട്ടാ, അത് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ റീസൺ ഇതാണ്. ഈ നെസ്റ്റോറിയൻ എടുത്താലും ആര്യൻ എടുത്താലും ഇതൊക്കെ അന്ന് ഒരുപാട് ചോദ്യങ്ങൾ പൊന്തി വന്നിരുന്നു. അപ്പൊ ഇത് ചോദ്യങ്ങളെ എളുപ്പത്തിൽ ഉത്തരം പറയാനും കേൾക്കുന്നവർക്ക് ഇത് വിശ്വസനീയമായിട്ട് തോന്നാനും പല പല ആശയങ്ങൾ വന്നു. അതിന്റെ അകത്ത് ഒന്നാണ് നെസ്റ്റോറിയനിസം, അതുപോലെ ആര്യനിസം. എളുപ്പത്തിൽ യേശുക്രിസ്തു പൂർണ്ണ ദൈവമല്ല, ഡിവൈൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രശ്നം അവിടെ തീർന്നു. മനസ്സിലായോ? അങ്ങനെയുള്ള ഹെരസികൾ വന്നു. കൃത്യമായിട്ട് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ? ആ തിയോളജി എടുക്കണമെങ്കിൽ അത് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പസ്തോലിക സഭകളുടെ തിയോളജി എടുക്കണം. അപ്പൊ ഇവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് നേരെ പഴയ 4-ാം നൂറ്റാണ്ടിൽ പോയിട്ട് നെസ്റ്റോറിയന് ആര്യനൊക്കെ എടുത്തുകൊണ്ട് വരും. അല്ല, നിങ്ങൾ പറയുന്ന ഇതാണ് കാര്യത്തിന് സംഭവിക്കുന്നത്. വിശദീകരണം പറയുവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. വിശദീകരണം ഇല്ലാതെ ആ ഫ്രേസ് തെറ്റുന്നേ ഉള്ളൂ. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ അമ്മ മറിയ ജോയ് ഇടക്കാല മാതാവാണെന്ന് പറഞ്ഞാൽ ബൈബിളിൽ ജസ്റ്റ് എന്റെ ദൈവത്തിന്റെ കർത്താവിന്റെ മാതാവ് അമ്മയെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ഇടക്കാല ദൈവമാതാവാന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അല്ലാതെ ദൈവത്തിന്റെ മാതാവാണെന്നൊന്നും പറയാൻ ജോയ് വേറെ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഈ ആലിഫിനോട് ചോദിക്കാം. ആലിഫെ, നിങ്ങളിവിടെ ശക്തമായിട്ട് വാദിക്കൊണ്ട് ദൈവത്തിന്റെ അമ്മ, അങ്ങനെ തന്നെ പറയണം, ദൈവത്തിന്റെ അമ്മ. ഈ യേശുക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? യേശുക്രിസ്തു സൃഷ്ടാവാണ്. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ഈ സൃഷ്ടാവിന്റെ അമ്മയാണോ മറിയം? വലിച്ചു കിടക്കുന്നു. ചോദിക്കാം. എനിക്ക് നിങ്ങളോടൊന്ന് ഇല്ല ഓടും എനിക്കറിയാം. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു ജനിക്കുമ്പോ ദൈവമാണോ മനുഷ്യനാണോ? സഹോദര, സൃഷ്ടാവായ ദൈവത്തിന്റെ അമ്മയാണ് മറിയം എന്നുള്ള ഇത്രയും വിവരക്കേട് പറയുമ്പം ഇതാണ് ഈ ഫ്രേസിന്റെ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു. ഇവർക്ക് ആർക്കും മനസ്സിലാകത്തില്ല. ഈ ഫ്രേസ് എടുക്കരുതെന്ന് പറഞ്ഞ് ഇത് എടുത്താലുള്ള പ്രശ്നം ഇവർക്ക് മനസ്സിലാകുന്നില്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ, അല്ല ഇപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ സൃഷ്ടാവായ ദൈവത്തിന്റെ അമ്മയാണ് മറിയം എന്ന് പറയുമ്പോ ആദ്യം ഉണ്ടായത് മറിയാണോ നിങ്ങളുടെ സൃഷ്ടാവായ ദൈവമാണോ? സൃഷ്ടാവായ ദൈവമാണ്. പിന്നെ എങ്ങനെയാണോ മറിയം സൃഷ്ടാവായ എന്റെ ദൈവത്തിന്റെ അമ്മയാവുന്നത്? മറിയം സഹോദര, ഞാൻ പോവാ. മറിയം സൃഷ്ടാവായ ദൈവത്തെയാണോ മറിയം പ്രസവിച്ചത്?
അതാ ഞാൻ ചോദിച്ചത്, യേശു ക്രിസ്തുവിനെ ഞാൻ സൃഷ്ടിച്ചു എന്നാണോ ഞങ്ങൾ പറഞ്ഞത്? സഹോദര സൃഷ്ടാവായ ദൈവത്തെയാണോ മറിയം പ്രസവിച്ചത്? അത് പറ. സഹോദര സഹോദര സൃഷ്ടാവായ ദൈവത്തെയാണോ മറിയം പ്രസവിച്ചത്? അതാ ചോദ്യം. അവൻ ആ സമയം ഇപ്പൊ മനുഷ്യരൂപമായോ? കേട്ടോ. ആ അല്ല അപ്പൊ അല്ല ഇപ്പൊ മാറ്റിയല്ലോ, ഇപ്പൊ മനുഷ്യരൂപമായി. ഇത്രയും പറയണമെന്നേ പറയുന്നുള്ളൂ, മനസ്സിലായോ? ഇങ്ങനെ പറയണോന്നാ പറഞ്ഞു കൊടുക്കുന്നേ. അതൊട്ട് നിങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പൊ കണ്ടോ, ഇപ്പൊ അപകടം ജോയ്ബറ, ഇപ്പൊ അപകടം മനസ്സിലായപ്പോ നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ, നമ്മൾ ഇത്രയും പറയുന്നുള്ളന്നേ. ഇപ്പം പറഞ്ഞ കാര്യത്തിൽ ആലേഫിനോട് ഞങ്ങൾ കൈ ഓർക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത് കൃത്യമാണ്. മനുഷ്യരൂപത്തിൽ തന്നെ പൂർണ്ണ മനുഷ്യനായിട്ടാ യേശു ക്രിസ്തുവിനെ പ്രസവിച്ചത്. അത് ചേർത്ത് പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ മര്യാദ. ഇത് ഞങ്ങള് പറഞ്ഞാല് പിന്നെ വള്ളിക്കളസം, നിങ്ങൾ പറയുമ്പോ ട്രൗസർ ഒന്ന് മിണ്ടാരിപ്പോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തു ജനിക്കുന്ന സമയത്ത് പൂർണ്ണ ദൈവമാണോ? അവൻ മനുഷ്യരൂപത്തിലാണോ? അതിന്റെ അകത്ത് എന്താ സംശയം? ഒരു എങ്കി ബെൻസ് ഞാൻ അതിന് പറഞ്ഞതിൽ തെറ്റെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? സൃഷ്ടാവായ ദൈവ, സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. മനസ്സിലായി? അതാദ്യം മനസ്സിലാക്കുക. ആ ദൈവത്തെ മറിയം പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഇതുപോലൊരു മണ്ടത്തരം വേറെ ഉണ്ടോ? എന്നാലോചിച്ച് നോക്കിയേ, സൃഷ്ടാവായ ദൈവത്തെ മറിയം പ്രസവിക്കുകയാണ് 2000 വർഷം മുമ്പ്. ഇവർക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും വേർപെടുത്തണം. ഇവർക്ക് ഇഷ്ടമുള്ളപ്പോ അത് വേർപെടുത്തണം. അതിലൊരു ഭാഗം ഇവർ അത്രേ ഇവർ ചെയ്യുന്നുള്ളൂ. സഹോദര, നിങ്ങളുടെ മറിയം സൃഷ്ടാവായ ദൈവത്തിന്റെ മറിയം ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ മറിയം സൃഷ്ടാവായ ദൈവത്തിന്റെ മറിയാണ്. പിറന്നത് മനുഷ്യരൂപ. അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സഹോദര, പിറന്നത് മനുഷ്യരൂപത്തിലാണെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അല്ലാതെ ദൂതന്റെ രൂപത്തിലാണോ കർത്താവ് പറഞ്ഞത്? അപ്പൊ പിന്നെ സൃഷ്ടാവായ ദൈവം പോയോ? സൃഷ്ടാവായ ദൈവത്തിന് മറിയം സൃഷ്ടിച്ചു എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ബെൻസ് പറയും. മറിയം പ്രസവിച്ചത് സൃഷ്ടാവായ ദൈവത്തിനെ. പ്രസവവും സൃഷ്ടി ഒന്ന് തന്നെയാണോ? അതാണോ ബെൻസിന്റെ അണ്ടർസ്റ്റാൻഡിങ്? അങ്ങനെയാണെങ്കിൽ പിന്നെ മറിയം വേണ്ട ആദ്യം ഉണ്ടാവാൻ. നിങ്ങൾ വീണ്ടും പറയും, ഞാൻ എപ്പോഴാണ് പറഞ്ഞത് സൃഷ്ടാവായ ദൈവത്തിനെ മറിയം സൃഷ്ടിച്ചു എന്ന്? സൃഷ്ടാവായ ദൈവത്തിനെ മറിയം മനുഷ്യരൂപത്തിൽ പ്രസവിച്ചു എന്നാ ഞാൻ പറഞ്ഞേ. അവൻ അതേസമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. മറിയുടെ ദൈവം ആരാ? യേശു ക്രിസ്തു കർത്താവ്. അതിനെന്താ പ്രശ്നം? ആ യേശു ക്രിസ്തുവിനെ പ്രസവിച്ചത് മറിയം തന്നെയാണോ എന്റെ ചോദ്യം. മറിയുടെ ആണോ? അല്ല, അതിന് ഉത്തരം പറയാണോ? ഇത് കേക്ക്, ഞാൻ പറയാം. ഇത് കേക്ക്, മറിയുടെ ദൈവ സൃഷ്ടാവ്, മറിയുടെ ദൈവ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മറിയ വീണ്ടും പ്രസവിക്കുന്നു. ആ സൃഷ്ടാവിനെ പ്രസവിച്ചതാരാ? സൃഷ്ടാവിനെ പ്രസവിച്ചു എന്ന് ആരെങ്കിലും പറയോ എന്റെ സഹോദര? സൃഷ്ടാവിനെ പ്രസവിക്കാൻ പറ്റുമോ? ഈ ലോകത്തെ അണ്ടഘടകത്തെ എല്ലാം സൃഷ്ടിച്ച ദൈവത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വിവരക്കേട് വരെ ഉണ്ടായി. അപ്പൊ അവനെ തന്നെയല്ലേ ബെൻസെ പ്രസവിച്ചത്? എന്തൊരു മറിയ നിങ്ങളെ മറിയ ദൈവത്തെ ഈ സകല ലോകത്തെ നിങ്ങൾക്ക് പറയാൻ പേടി അതല്ലേ? നിങ്ങൾക്ക് തിയോളജി കറക്റ്റ് അല്ല, അതാ പ്രശ്നം. കാരണം ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊന്നും ഇവർ വിശ്വസിക്കുന്നില്ലെന്നേ. ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നൊന്നും വിശ്വസിക്കുന്നില്ല ഇവര്. മാത്യു ചേട്ടാ, ഈ ബൈബിള് മാത്രം എടുത്ത് ഇതൊന്നും പറയാൻ പറ്റില്ല. ബൈബിള് മാത്രം വെച്ചിട്ട് ഇതൊരു മണ്ണാങ്കട്ടയും പറയാൻ പറ്റില്ല. ബൈബിള് വായിക്കാം. യേശുക്രിസ്തു അല്ലാതെ നിങ്ങൾക്ക് വേറെ സൃഷ്ടാവായ ദൈവം ഉണ്ടോ? ഞാൻ അതാ ചോദിച്ചത്. ആ യേശുക്രിസ്തുവിനെ തന്നെയല്ലേ സഹോദരൻ മറിയം പ്രസവിച്ചത്? നിങ്ങൾ എന്തായാലും ഉത്തരം പറയാത്തെ? ആണോ അല്ലയോ? ഒരു സഹോദര, ഈ ഒരു ചോദ്യത്തിന് ബെൻസ് എന്ത് ചെയ്താ ഉത്തരം പറയില്ല? പേടിയാണ് ബെൻസിന്. ഒരു പേടിയില്ല, പറഞ്ഞുതരാം. എങ്കിൽ പറയും. അതാ ചോദിച്ചത്, നിങ്ങൾക്ക് യേശുക്രിസ്തു എന്ന സൃഷ്ടാവായ ദൈവം അല്ലാതെ വേറെ ദൈവം ഉണ്ടോ? വീണ്ടും ചോദിക്കുന്നു. ഞാനതല്ലേ പറഞ്ഞ, എല്ലാം അവൻ മുഖാന്തരം ഉണ്ടായി, പിന്നെ എന്തിനാ വേറൊരു ദൈവം? ഒറ്റ ദൈവമേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രിനിറ്റി കറക്റ്റ് അല്ല. ഞാൻ ചോദിച്ചതാണ്, എല്ലാം അവൻ മുഖാന്തരം ഉണ്ടായി, അവനെ സൃഷ്ടിച്ചതും അവനെ പ്രസവിച്ചതും അറിയാണോ? അതാ നിങ്ങളുടെ ഒറ്റ ദൈവത്തെ മറിയ പ്രസവിച്ചു. വീണ്ടും ട്രിനിറ്റി പറഞ്ഞാലും യേശുക്രിസ്തു എല്ലാം അവൻ മുഖാന്തരം ഉണ്ടായി, ആ ദൈവത്തെ രണ്ട് ഹെറസി ഒന്നിച്ചു പറഞ്ഞ നെസ്റ്റോറിയനിസോ ആരിനിസോ ഒന്നിച്ചു പറയുന്ന ഒരു ബെൻസ്
ആര്യനിസവും സൃഷ്ടാവായ നെസ്റ്റോറിയനിസവും ദൈവത്തെ ഒന്നിച്ച് പ്രസവിച്ചു എന്ന് പറയുന്നു. പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ തിയോളജി മൊത്തം പോയി മിസ്റ്റർ. മാത്യു ചേട്ടാ, ഈ നമ്മൾ കാർ ഓടിക്കുമ്പോ ഇടയ്ക്ക് ക്ലച്ച് ഔട്ടും ഇടയ്ക്ക് ബ്രേക്ക് ഔട്ടും, അതുപോലെയാണ് ഞാന് ഇവരുടെ യേശു. ഈ കുരിശിൽ കിടക്കുമ്പോ തിമത്യോസിന് പൗലോസ് മനുഷ്യപ്രകൃതി എന്റെ ചോദിച്ചു, പൊന്ന് അല്ലെ ഒരു ജോയിവർ, മിനിറ്റ് ഇനി അല്ലെങ്കിൽ തിമത്യോസ് ദൈവപ്രകൃതി എടുത്ത് ഈ വായിച്ചാലും ഇവർ ഇല്ല, സകലത്തെ ആ, സൃഷ്ടിച്ച ദൈവത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ആ അതിനകത്ത് ഇനി ഇത് എന്ത് കേക്ക് തിമത്യോസാ? ഇത് കേക്ക് തിമോത്തിയോസിനെ പൗലോസ് കത്തെഴുതുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെ: ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും മായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഇത് ആരെക്കുറിച്ച് ഈ പറയുന്നത്? അമർത്യതയുള്ളവൻ, മരണമില്ലാത്തവൻ. ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞേ. ഒന്ന് ജോയ് പാസ്റ്റർ 2 തിമോത്തിയോസ് 6:16. 2 തിമോത്തിയോസ് 6:16 ഓ, കേട്ടിട്ടത് അത് ദൈവത്തെ കുറിച്ചാണ്, സർവശക്തനായിട്ടുള്ള ദൈവത്തെ കുറിച്ച്. 2 യേശു തിമോത്തിയോസ് ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചാ 2 പറയുന്നത്. തിമോത്തിയോസ് 6:16 സോറി, 1 തിമോത്തിയോസ് 6:16. 6:16. ഓക്കെ. ഓ